Hi friends, welcome back to our channel. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി കുർക്കുറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും പെർഫെക്ഷനോടുകൂടി മാക്രോണി വെച്ചിട്ട് വീട്ടിൽ കുർക്കുർ റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാക്രോണി കുർക്കുറിന് ആവശ്യമായിട്ടുള്ള മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളവും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. കാരണം പരസ്പരം മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ മാക്രോണി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള മാക്രോണി ആയാലും പാസ്ത ആയാലും ഒന്നും കുഴപ്പമില്ല, ഏത് ഷേപ്പുള്ളതായാലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഇത് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് സമയമൊന്നും നന്നായിട്ട് വേവിക്കൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ്റ്റയൊക്കെ വേവുന്ന പോലെ ആ ഒരു വെന്ത് ഉടയാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ മക്രോണി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നല്ല പച്ചവെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ആ മുകളിലുള്ള അതുപോലെ തന്നെ തമാമിൽ തീരെ ഒട്ടിപ്പിടിക്കാൻ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഒരുപാട് സമയമൊന്നും വെള്ളം മുഴുവൻ ആറാൻ വേണ്ടി വെക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഉറ്റി കളയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ മക്രോണി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ഓയിൽ ചൂടായോ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാക്രോണി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ക്രിസ്പി ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റേ വേണ്ടി. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റ് ആയതിനു ശേഷം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. ഈ ഒരു കളറും മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറായി എടുക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്പി കൂടുതലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും പാടില്ല, എങ്കിൽ നന്നായിട്ട് ഹാർഡായി പോകും. അപ്പോൾ കറക്റ്റ് ഒരു പാകത്തിന് ക്രിസ്പിനെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ വെന്തിട്ടൊക്കെ ഉള്ള മക്രോണിയല്ല, ഇപ്പോൾ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ടിഷ്യൂലൊന്നും എണ്ണ പോകാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ ആ കോട്ടിങ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിലി ആയിട്ട് തന്നെ കുറച്ചിരിക്കണം, എങ്കിലേ അങ്ങനെ മുളക് പൊടിയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ കോരിയെടുക്കുക. ഇനി ബാക്കിയുള്ളത് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് കാശ്മീരി ചില്ലി പൗഡർ ആയാലും സാധാരണ നോർമൽ മുളക് പൊടിയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ വരെയുള്ള ചാറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാലപ്പൊടിയാണ് കേട്ടോ ഈ ഒരു കുർക്കുറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം, എങ്കിലേ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ഫ്ലേവറും ടേസ്റ്റും കിട്ടുള്ളൂ.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചെറിയൊരു സ്വീറ്റ് ടച്ച് വേണ്ടിക്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കൂടി ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നേരത്തെ വേവിക്കുന്ന സമയത്ത് ചേർത്തുകൊണ്ട് ഒരുപാടായി പോകേണ്ട, ഒരു പിഞ്ച് മാത്രം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാറ്റ് മസാല ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇപ്പം പെട്ടെന്നൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൊടി ഇതൊക്കെ ചേർക്കട്ടെ. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കുർക്കുറേൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ചാറ്റ് മസാലപ്പൊടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുർക്കുറെ. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര ക്രിസ്പി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ചായയൊക്കെ തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുർക്കുറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്